ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 17/2/2024 ചോദിച്ച സിവിൽ എക്സൈസ് ഓഫീസർ കോഡ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 25/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരാ? ഫൈസാബാദ് അത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. മൗലവി അഹമ്മദുള്ളയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ലക്നൌ അത് ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചത് ആരാ? ബീഹാറിലെ ആരയിൽ? അത് കൻവർ സിംഗ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ബറേലി, അത് ഖാൻ ബഹദൂർ ഖാൻ ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. തെറ്റായിട്ടുള്ളത് 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം വിപ്ലവം നയിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബുണ്ട്, താന്തിയ തോപ്പിയുണ്ട്. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും ഉണ്ട്, താന്തിയ തോപ്പിയും ഉണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ എവിടേക്കാണെന്ന് ചോദിച്ചാൽ ആഗ്രയുണ്ട്, അയോധ്യയുണ്ട്. ആഗ്രയിലും അയോധ്യയിലും ബീഗം ഹസ്രത്ത് മഹൽ ആണ്. പിന്നെ ലക്നൗ ഔദ്, അവിടെയും ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ട്. ലക്നൗ ഔദ് ബീഗം ഹസ്രത്ത് മഹൽ. മീററ്റിൽ വിപ്ലവം നയിച്ചത് കദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ് വിപ്ലവം നയിച്ചത്? കദം സിംഗ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഇനി അലഹബാദിൽ ആരാണ് വിപ്ലവം നയിച്ചതെന്ന് ചോദിച്ചാല് അത് മൗലവി ലിയാഖത്ത് അലിയാണ് കേട്ടോ. അലഹബാദിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയാഖത്ത് അലിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊച്ചിയിലെ അടിമത്ത നിരോധനം 1845. മൂന്നാമത്തത്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. അടുത്ത സ്റ്റേറ്റ്മെന്റ്, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഓപ്ഷൻ വായിക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം വർഷം ചോദിച്ചാൽ 1812. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം വർഷം 1812. കൊച്ചിയിലെ അടിമത്ത നിരോധനം 1845. കൊച്ചിയിലെ അടിമത്ത നിരോധനം എന്നാണെന്ന് ചോദിച്ചാൽ 1845. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875 ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിലെ അടിമത്ത നിരോധനം 1845. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ സർക്കാർ ഇംഗ്ലീഷ് സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത് മഹാരാജാസ് ഫ്രീ സ്കൂൾ ആണ് കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർക്കാർ ഇംഗ്ലീഷ് സ്കൂൾ ഏതാന്ന് ചോദിച്ചാൽ അത് മഹാരാജാസ് ഫ്രീ സ്കൂൾ ആണ്. വർഷം 1834. അന്നത്തെ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ കേട്ടോ. സ്വാതി തിരുനാളാണ് അന്നത്തെ ഭരണാധികാരി. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. 3 മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ഒക്ടോബർ 1, 1949. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് യുദ്ധാനന്തരം ചിയാൻ കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് മാവോ സേതുങ്ങിന് ശേഷം ഹുവാ ഗുവോ ഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ഒക്ടോബർ 1, 1949. ശരിയാണോ?
പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായത് 1949 ഒക്ടോബർ 1-നാണ് കേട്ടോ. 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാൻ കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. യുദ്ധാനന്തരം ചിയാൻ കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അത് ശരിയാണോ? ചൈനയില് സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അതും ശരിയാണ് കേട്ടോ. ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മാവോ സേതുങ്ങിന് ശേഷം ഹുവാ ഗുവോ ഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. അപ്പം അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി 4 മാത്രം തെറ്റാണ്. ഇനി ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് എന്നാ? ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് അത് 1949 ഒക്ടോബർ 1-നാണ്. ആരുടെ നേതൃത്വത്തിലാണ്? അത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ്. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അതും മാവോ സേതുങ് ആണ് കേട്ടോ. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാല് അത് മാവോ സേതുങ് ആണ് കേട്ടോ. ഇനി ചൈനയില് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് അതും മാവോ സേതുങ് ആണ്. ചൈനീസില് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് അതും മാവോ സേതുങ് ആണ് കേട്ടോ. എന്നാണ് ചൈനയിൽ സാംസ്കാരിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്? എന്നാണ് സാംസ്കാരിക വിപ്ലവം? അറിയോ? അത് 1966-ലാണ് കേട്ടോ. ചൈനീസ് സാംസ്കാരിക വിപ്ലവം എന്നാന്ന് വെച്ചാൽ 1966. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. അത് ശരിയാണ്. പിന്നെ ചട്ടസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനയിലാണ്. പത്മന. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ശരിയാണ്. അപ്പം ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. 1. അപ്പം ചട്ടമ്പി സ്വാമികൾ ജനിച്ച തീയതി എന്നാ? ചട്ടമ്പി സ്വാമികള് അത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? അത് കൊല്ലൂർ, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് കൊല്ലൂർ, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹത്തിന്റെ പേരെന്താ? അത് ഉള്ളൂർക്കോട്ട് വീടെന്ന അറിയപ്പെടുന്ന കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹം അറിയപ്പെടുന്നത് ഉള്ളൂർക്കോട് വീടെന്നാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ സമാധിയായതെന്നാ? ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 മെയ് 5-നാണ് കേട്ടോ. 1924 മെയ് 5-നാണ്. സമാധി സ്ഥലം അറിയപ്പെടുന്നത് പത്മന, കൊല്ലം കേട്ടോ. കൊല്ലത്തെ പത്മനയിലാണ് സമാധിയായത്. കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്നാ? ജീവകാരുണ്യ ദിനം അത് ഓഗസ്റ്റ് 25-ആണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേട്ടോ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കുറെ വിശേഷണങ്ങളാണ്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അപ്പം സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അതേതാ? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി അത് പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാല് അത് പ്രാചീന മലയാളമാണ്. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ. ഇതൊക്കെ എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് കേട്ടോ. മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കൃതി ഏതാ? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഇത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയ വിവേകാനന്ദൻ പറഞ്ഞത് അറിയാവോ?
അത് വേദാധികാര നിരൂപണമാണ് കേട്ടോ, വേദാധികാര നിരൂപണം. അപ്പൊ ഒന്നും കൂടെ പറയാം. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ പറയുന്നത് ആരാണ്, എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാല് അത് പ്രാചീന മലയാളം കേട്ടോ. ഇനി മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ ഇവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ എന്നൊക്കെ പറയുന്നത് എന്താണ്, ചട്ടമ്പി സ്വാമികളുടെ മറ്റ് കൃതികളാണ്. അപ്പം നാലാമത്തെ ആൻസർ ഓപ്ഷൻ എ 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, ശരിയാണോ? ബോംബെ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം, അത് തെറ്റാണ്. സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം, ശരിയാണോ? അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡി ഒന്നുകൂടെ പറയാം. നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനമാണ്. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനമാണ്. ഇനി പറയുന്നത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയും ജനുവരി 26, 1930 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതുമായ INC സമ്മേളനം ഏതാ? അത് 1929 ലാഹോർ സമ്മേളനമാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാല് അത് ലാഹോർ 1929 ലാഹോർ സമ്മേളനമാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ അത് 1942 ബോംബെ സമ്മേളനമാണ് കേട്ടോ. 1942 ബോംബെ സമ്മേളനമാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1929 ലാഹോർ സമ്മേളനവും, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1942 ബോംബെ സമ്മേളനമാണ് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു? ഒന്നുകൂടെ വായിക്കാം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. അത് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് കേട്ടോ. എന്താണ്? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു എന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ഏത്? ഓപ്ഷൻ വായിക്കാം. ഒഴുകുന്ന വെള്ളം, ഓപ്ഷൻ ബി ഭൂഗർഭജലം, ഓപ്ഷൻ സി ഹിമാനികൾ, ഓപ്ഷൻ ഡി തിരമാലകൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി ഏതാണ്? അത് ഓപ്ഷൻ ബി ഭൂഗർഭജലമാണ് കേട്ടോ. ഓപ്ഷൻ ബി ഭൂഗർഭജലമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി കാനഡ. ഏതാ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? അത് ഓപ്ഷൻ ഡി കാനഡയാണ് കേട്ടോ. കാനഡ. ഇനി ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന ഉൾക്കടൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന ഉൾക്കടൽ ഏതാണെന്ന് ചോദിച്ചാല് അത് കാനഡയിലെ ഫണ്ടി ഉൾക്കടലാണ് കേട്ടോ. കാനഡയിലെ ഫണ്ടി ഉൾക്കടലാണ്. ഇനി ദിവസത്തില് 4 തവണ വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? ദിവസത്തില് 4 തവണ വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാല് അത് സതാംപ്ടൺ ആണ് കേട്ടോ. സതാംപ്ടൺ. ഇനി 2 വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 2 വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസം അത് 12 മണിക്കൂർ 25 മിനിറ്റ് ആണ് കേട്ടോ. 12 മണിക്കൂർ 25 മിനിറ്റ് ആണ്. ഈ 24 എന്ന് പറയുന്നത് ഒരു വേലിയേറ്റ ദിനത്തിന്റെ ദൈർഘ്യമാണ്. ഒരു വേലിയേറ്റ ദിനത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 24 മണിക്കൂറും 50 മിനിറ്റ്.
ഒരു വേലിയേറ്റ ദിനത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാല് 24 മണിക്കൂറും 50 മിനിറ്റും. ഇനി അർദ്ധവേലി ഉണ്ടാവുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ അത് 12 മണിക്കൂർ 25 മിനിറ്റ്. ഇനി എന്താണ് ഈ വാവുവേലി എന്ന് പറയുന്നത്? എന്താ? ഓരോ മാസത്തിലും അമാവാസി, അതായത് കറുത്തവാവ് ദിവസത്തിലും പൗർണമി, വെളുത്തവാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഇതാണ് വാവുവേലി എന്ന് പറയുന്നത് കേട്ടോ. ഓരോ മാസത്തിലും അമാവാസി, പൗർണമി ദിവസത്തില് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ വരുന്നു. അതിനെയാണ് വാവുവേലി എന്ന് പറയുന്നത് കേട്ടോ. ഇനി സപ്തമവേലി എന്ന് പറയുന്നത് അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലത്തിൽ എത്തുന്നു. ഇതാണ് സപ്തമവേലി എന്ന് പറയുന്നത്. അപ്പൊ വാവുവേലി എന്ന് പറയുന്നത് ഓരോ മാസത്തിലും അമാവാസി, പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. അതാണ് വാവുവേലി എന്ന് പറയുന്നത്. സപ്തമവേലി എന്ന് പറയുന്നത് അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലത്തിൽ എത്തുന്നു. ഇതാണ് സപ്തമവേലി എന്ന് പറയുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ ഡി കാനഡയാണ് കേട്ടോ. കാനഡ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കടുപ്പം കുറഞ്ഞ ധാതു. ഓപ്ഷൻ പറയാം, വജ്രം, ഓപ്ഷൻ ബി ടോപ്പാസ്, ഓപ്ഷൻ സി ക്വാർട്സ്, ഓപ്ഷൻ ഡി ടാൽക്ക്. ഏതാ കടുപ്പം കുറഞ്ഞ ധാതു? അത് ഓപ്ഷൻ ഡി ടാൽക്ക് ആണ് കേട്ടോ. ടാൽക്ക്. ഇനി ധാതുക്കളുടെ കാഠിന്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സ്കെയിൽ ഉണ്ട്. അതിന്റെ പേരാണ് മോഹ്സ് സ്കെയിൽ എന്ന് പറയുന്നത്. MOHS. മോഹ്സ് സ്കെയില്. അപ്പം ധാതുക്കളുടെ കാഠിന്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്കെയിലാണ് മോഹ്സ് സ്കെയില്. ഇനി ഈ മോഹ്സ് സ്കെയിലില് ടാൽക്കിന്റെ കാഠിന്യം എന്ന് പറയുന്നത് എത്രയാണ്? ടാൽക്കിന്റെ കാഠിന്യം അത് 1 കേട്ടോ. 1. ഇനി മോഹ്സ് സ്കെയിലില് ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ധാതു ഏതാണെന്ന് വെച്ചാൽ അത് വജ്രമാണ്. വജ്രത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് 10. മനസ്സിലായോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സംവഹന വൃഷ്ടി, ഓപ്ഷൻ ബി ചക്രവാത വൃഷ്ടി, ഓപ്ഷൻ സി പർവ്വത വൃഷ്ടി, ഓപ്ഷൻ ഡി പ്രതിചക്രവാത വൃഷ്ടി. ഏതാ ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? അത് ഓപ്ഷൻ എ സംവഹന വൃഷ്ടിയാണ്. ഓപ്ഷൻ എ സംവഹന വൃഷ്ടിയാണ്. ഇനി എന്താണ് ഈ സംവഹന വൃഷ്ടി എന്ന് നോക്കാം. ചൂടുപിടിച്ച ഭൗമോപരിതല വായു നീരാവിയോടൊപ്പം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുകയും തണുത്ത് ഘനീഭവിച്ച് മഴയായി പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. എന്താണ്? ചൂട് പിടിച്ച ഭൗമോപരിതല വായു നീരാവിയോടൊപ്പം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും തണുത്ത് ഘനീഭവിച്ച് മഴയായി പതിക്കുകയും ചെയ്യുന്നതാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ഇതിന് മറ്റൊരു പേരാണ് ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്ന മഴ. ഏതാണ് ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്ന മഴ? അതും സംവഹന വൃഷ്ടിയാണ് കേട്ടോ. അപ്പൊ ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ സംവഹന വൃഷ്ടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ചിനൂക്ക്, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി മാംഗോ ഷവർ, ഓപ്ഷൻ ഡി കാൽ ബൈശാഖി. അത് ഓപ്ഷൻ സി മാംഗോ ഷവർ ആണ് കേട്ടോ. അപ്പൊ മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണെന്ന് ചോദിച്ചാല് അത് മാംഗോ ഷവർ ആണ്. ഈ ചിനൂക്കും ലൂ കാൽ ബൈശാഖി എന്നൊക്കെ പറയുന്നത് എന്താ? ഇത് പ്രാദേശികവാദങ്ങളല്ലേ? ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് കേട്ടോ. ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഇതിനെ അറിയപ്പെടുന്നത് മഞ്ഞുതീനി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ചിനൂക്കിനെ അറിയപ്പെടുന്നത് എന്താണ്? മഞ്ഞുതീനി എന്ന് അറിയപ്പെടുന്നുണ്ട്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഒരു കാറ്റാണ് ഈ ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചിനൂക്കാണ്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനകരമായ കാറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും ചിനൂക്കാണ്.
ഇനി അടുത്തത് ലൂ. ലൂ എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത്. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത്. ഇനി കാൽ ബൈശാഖി, അതിന്റെ വേറൊരു പേരാണ് നോർവെസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന കാറ്റാണ് കാൽ ബൈശാഖി, നോർവെസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന. അതെന്താണ്? ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ കാറ്റ്. എന്താണ്? ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽബൈശാഖിയാണ്. അതിന്റെ മറ്റൊരു പേരാണ് നോർവെസ്റ്റർ എന്നറിയപ്പെടുന്നത്. അപ്പം മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാംഗോ ഷവർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ഓപ്ഷൻ പറയാം. ആദിത്യ L1, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി ആദിത്യ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാ? അത് ഓപ്ഷൻ എ ആദിത്യ L1 ആണ്. ആദിത്യ L1. എന്നാ ഈ ആദിത്യ L1 വിക്ഷേപിച്ച തീയതി? ആദിത്യ L1 വിക്ഷേപിച്ച തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 2-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണ്? വിക്ഷേപണ അത് PSLV C-57. വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ PSLV C-57. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ആരാ മിഷൻ ഡയറക്ടർ? അത് SR ബിജു ആണ് കേട്ടോ. SR ബിജു ആണ്. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാല് അത് SR ബിജു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാ? പ്രോജക്ട് ഡയറക്ടർ അത് നിഗർ ഷാജിയാണ്. നിഗർ ഷാജി. അപ്പോൾ ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ SR ബിജുവും പ്രോജക്ട് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് നിഗർ ഷാജിയുമാണ് കേട്ടോ. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1ന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിലാണ് പേടകത്തെ എത്തിക്കാൻ ലക്ഷ്യമിടുന്നത് കേട്ടോ. എന്താണ്? ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1ന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിലാണ് പേടകത്തെ എത്തിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആദിത്യ L1ന്റെ ഭാരം ചോദിക്കും. 1475 കിലോഗ്രാം. എത്രയാണ്? 1475 കിലോഗ്രാം ആണ് ആദിത്യ L1ന്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി ആദിത്യ L1ന്റെ പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പഠന ലക്ഷ്യങ്ങൾ നോക്കാം. സൂര്യന്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുക. എന്താണ്? സൂര്യന്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുക. സൂര്യന്റെ കാന്തിക ക്ഷേത്രങ്ങളെക്കുറിച്ചും പ്ലാസ്മ പ്രവാഹത്തെക്കുറിച്ചും പഠിക്കുക. സൗരക്കാറ്റിന്റെ ഘടന മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം. സൂര്യന്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുക. സൂര്യന്റെ കാന്തിക ക്ഷേത്രത്തെക്കുറിച്ചും പ്ലാസ്മ പ്രവാഹത്തെക്കുറിച്ചും പഠിക്കുക. സൗരക്കാറ്റിന്റെ ഘടന മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ആദിത്യ L1ന്റെ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആദിത്യ L1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി PC മഹലനോബിസ്, ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. അത് ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യയാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂർ നഗരത്തിന്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി, സ്രഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അത് M വിശ്വേശ്വരയ്യ. ആധുനിക മൈസൂർ നഗരത്തിന്റെ സ്രഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ. പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബുക്കാണ്. ഇനി ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതും M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന എന്നാ? ഇന്ത്യയില് എഞ്ചിനീയേഴ്സ് ഡേ അത് സെപ്റ്റംബർ 15 M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് കേട്ടോ. അപ്പം ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി
അഥവാ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ബുക്കാണ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15 ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി PC മഹലനോബിസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ് ആണ്. അദ്ദേഹത്തിന് പ്രധാന ഒരു ജേണൽ ഉണ്ട്. ഏതാണെന്ന് അറിയാവോ? അത് സംഖ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ജേണലാണ് കേട്ടോ. സംഖ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജേണലാണ്. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് PC മഹലനോബിസ് ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് എന്നാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം? അത് ജൂൺ 29 ആണ് കേട്ടോ. ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. PC മഹലനോബിസിന്റെ ജന്മദിനമാണ്. അപ്പം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഉദാരവൽക്കരണം, ഓപ്ഷൻ ബി സ്വകാര്യവൽക്കരണം, ഓപ്ഷൻ സി ആഗോളവൽക്കരണം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഇവയെല്ലാം ആണ് കേട്ടോ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം വരുന്നുണ്ടോ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഓപ്ഷൻ വായിക്കാം. ഡിസംബർ മുതൽ ജനുവരി വരെ, ഓപ്ഷൻ ബി ജൂൺ മുതൽ ജൂലൈ വരെ, ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഓപ്ഷൻ ഡി ഏപ്രിൽ മുതൽ മെയ് വരെ. ഏതാ ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് കേട്ടോ. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഈ ഖാരിഫ് വിള എന്നാണ് വിളവിറക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നാ വിളവിറക്കുന്നത് എന്നു മുതലാണ് ആരംഭിക്കുന്നത് ഖാരിഫ് വിളകള്? അത് ജൂൺ മാസത്തില് വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുപ്പ് നടക്കും കേട്ടോ. ജൂണില് വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ വിളവെടുപ്പ് നടത്തുന്നു. ഇനി പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പരുത്തിയുണ്ട്, നിലക്കടലയുണ്ട്, ചണം, എള്ള്, നെല്ല്, കരിമ്പ്. ഇവയൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഏതൊക്കെയാ? പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്, ചോളം, റാഗി, ബജ്ര, ജോവർ. ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഒന്നുകൂടെ പറയാം. പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്, ചോളം, റാഗി, ബജ്ര, ജോവർ. ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഇനി റാബി വിളകൾ. അതെന്താണ് വിളവിറക്കുന്നത്? റാബി വിളകള് അത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവിറക്കി മാർച്ച് ഏപ്രിലോടെ എന്തു ചെയ്യും? അത് വിളവെടുക്കുന്നു. എങ്ങനെയാ? ഒക്ടോബർ നവംബറോട് കൂടി വിളവിറക്കിയിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്താണ്? അതിന്റെ വിളവെടുപ്പ് നടക്കും. അപ്പം പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ്, ഗോതമ്പ്, പയറ്, പുകയില, ബാർലി, കടുക്. ഇവയൊക്കെ എന്താണ്? റാബി വിളകളാണ്. ഒന്നുകൂടെ പറയാം. ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ്, ഗോതമ്പ്, പയറ്, പുകയില, ബാർലി, കടുക്. ഇവയൊക്കെ എന്താണ്? റാബി വിളകളാണ്. ഇനി അടുത്തത് സൈദ് വിളകൾ. എന്നാ സൈദ് വിളകള് വിളവിറക്കുന്ന ചോദിച്ചാല് ഏപ്രിൽ വിളവിറക്കി ജൂൺ മാസം ആകുമ്പോഴത്തേന് വിളവെടുപ്പ് നടക്കും. പ്രധാനമായിട്ടും പഴം, പച്ചക്കറിയൊക്കെയാണ് പ്രധാന കൃഷി. പഴം, പച്ചക്കറി, തണ്ണിമത്തനുണ്ട്, വെള്ളരിയുണ്ട്. ഇവയൊക്കെ എന്താണ്? സൈദ് വിളകളാണ് കേട്ടോ. പഴം, പച്ചക്കറി, തണ്ണിമത്തൻ, വെള്ളരി. ഇവയൊക്കെ എന്താണ്? പ്രധാന സൈദ് വിളകളാണ്. അപ്പം ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാല് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് വിളവെടുക്കുന്ന സമയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്,
മാൽഡീവ്സ്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. അത് ഓപ്ഷൻ എ ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? അത് മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അത് MS സ്വാമിനാഥൻ ആണ്. MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് അത് പഞ്ചാബാണ്. പഞ്ചാബ്. ഇനി നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് കേട്ടോ. ഇനി ഈ ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരാണെന്ന് ചോദിക്കാം. ആരാ ഈ ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി? അത് സി സുബ്രഹ്മണ്യമാണ് കേട്ടോ. സി സുബ്രഹ്മണ്യമാണ് ഹരിത വിപ്ലവത്തിന്റെ സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി എന്ന് പറയുന്നത്. അപ്പം ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ വായിക്കാം. ടീം ഇന്ത്യ, ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, ഓപ്ഷൻ സി സ്മാർട്ട് സിറ്റി മിഷൻ, ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ. അത് ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 62, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 71. അത് ഓപ്ഷൻ എ 38 ആണ് കേട്ടോ. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? അപ്പൊ പ്രസ്താവന വായിക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അടുത്ത പ്രസ്താവന ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത പ്രസ്താവന പറയുന്നത് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഇനി ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് 4 മാത്രമാണ് കേട്ടോ. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഓപ്ഷൻ ബി 4 മാത്രം. അത് മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. എന്താണ് പറയുന്നത്? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് കേട്ടോ. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന തീയതി എന്നാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1946 ഡിസംബർ 9-നാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ 1946 ഡിസംബർ 9-നാണ് കേട്ടോ. ഇനി ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി എന്നാണ്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-നാണ്. എന്നാണ് ഈ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത്? ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത് അത് 1947 ജനുവരി 22-നാണ്. 1947 ജനുവരി 22. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? അത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ്.
ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? സ്ഥിരം അധ്യക്ഷൻ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ശരിയാണോ? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. അത് ശരിയാണ് കേട്ടോ. അത് ശരിയാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 തൊട്ട് 11 വരെ ആണോ? 5 തൊട്ട് 11 വരെ അല്ലേ? അപ്പം ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയാ. 1, 2, 3, 4 ശരിയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന 5 തൊട്ട് 11 വരെ അല്ലേ പൗരത്വത്തെ കുറിച്ച് പറയുന്നേ. ഇവിടെ എല്ലാ ആൻസറും ശരിയാന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ക്യാൻസൽ ഒന്നും ചെയ്തില്ല. എല്ലാം കറക്റ്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? അത് ഏക പൗരത്വമാണ്. ഈ ഏക പൗരത്വം എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഏക പൗരത്വം അത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതും പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതിനും പൗരത്വം റദ്ദു ചെയ്തതിനും ഉള്ള അധികാരം ആർക്കാണ്? അത് ഇന്ത്യ ഗവൺമെന്റിനാണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിനാണ്. ഇനി ഒരു വ്യക്തിക്ക് എത്ര രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നതെന്ന് ചോദിച്ചാല് അത് 5 രീതിയിലാണ്. ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ പൗരത്വം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 5 രീതിയിലാണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ജന്മസിദ്ധമായ പൗരത്വം, പിന്നെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസ മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഒന്നുകൂടെ പറയാം. ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡിസെന്റ്, രജിസ്ട്രേഷൻ മുഖാന്തരം ബൈ രജിസ്ട്രേഷൻ, ചിരകാലവാസ മുഖേന, പിന്നെ എന്താണ്? പ്രാദേശിക സംയോജനം മൂലം. ഈ 5 രീതിയിലാണ് പൗരത്വം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇനി 3 രീതിയിൽ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാം. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പരിത്യാഗം അഥവാ സ്വമേധയാ പൗരത്വം ഉപേക്ഷിക്കാം. പിന്നെന്താണ്? നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ, പൗരത്വ അപഹരണം. ഈ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം കേട്ടോ. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4 ശരിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ്? അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ്? ഓപ്ഷൻ വായിക്കാം. പണ്ഡിറ്റ് താക്കൂർ ദാസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ജസ്റ്റിസ് ഹിദായത്തുള്ള, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് കേട്ടോ. ഓപ്ഷൻ സി ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ
ഇതിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ആൻസർ വരുന്നത് ഇത് 4ഉം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇത് 4ഉം ശരിയാണ്. അപ്പൊ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാല് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ഇത് 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇത് 4ഉം ശരിയാണ്. ഇനി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് അത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? മൗലിക അവകാശം എന്ന ആശയം കടം കൊണ്ടത് അത് അമേരിക്കയിൽ നിന്നാണ്. ഭാഗം ചോദിച്ചാൽ എത്രയാ മൗലിക അവകാശങ്ങൾ? ഭാഗം 3 എവിടെ മുതൽ എവിടം വരെയാണ്? ആർട്ടിക്കിൾ പറ. 12 മുതൽ 35 വരെയാണ് കേട്ടോ. 12 മുതൽ 35 വരെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്? 7. നിലവിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? അത് 6 കേട്ടോ. ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് അത് 1931 കറാച്ചി സമ്മേളനമാണ്. 1931 കറാച്ചി സമ്മേളനമാണ്. അധ്യക്ഷൻ ആരാണ്? അത് പട്ടേലാണ് കേട്ടോ. പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങള് കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അത് റഷ്യയാണ് കേട്ടോ. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയാണ്. അവശിഷ്ട അധികാരങ്ങള് എവിടെ നിന്നാണ് കടം കൊണ്ടത്? അത് കാനഡയിൽ നിന്നാണ് കേട്ടോ. അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്നും. ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഏക പൗരത്വം, നിയമവാഴ്ച, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി ഇവയൊക്കെ എവിടെ നിന്നാണ് കടമെടുത്തത്? ഏക പൗരത്വം, നിയമവാഴ്ച, തിരഞ്ഞെടുപ്പ് സംവിധാനം ഇവയൊക്കെ അത് ബ്രിട്ടനാണ്. പിന്നെ ഏതൊക്കെയുണ്ട്? റിട്ട് CAG എന്ന ആശയം കടമെടുത്തത്, ക്യാബിനറ്റ് സമ്പ്രദായം എന്ന ആശയം കടമെടുത്തത് ഇതെല്ലാം എന്താണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഏക പൗരത്വം, നിയമവാഴ്ച, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, റിട്ട്, CAG, ക്യാബിനറ്റ് സമ്പ്രദായം ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ആമുഖം കടമെടുത്തത് അത് അമേരിക്കയാണ്. ആമുഖം കടമെടുത്തത് അമേരിക്കയാണ്. ഇനിയും രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അതൊക്കെ എവിടുന്ന കടമെടുത്തത്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അതും അമേരിക്കയാണ്. ജുഡീഷ്യൽ റിവ്യൂ അതും അമേരിക്കയാണ് കേട്ടോ. അപ്പം ആമുഖം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം ഇവയൊക്കെ അമേരിക്കയിൽ നിന്നാണ് കടം എടുത്തത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എവിടെ നിന്നാ കടമെടുത്തത്? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി അത് റഷ്യയാണ് കേട്ടോ. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി ഇതൊക്കെ റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എവിടെ നിന്നാ കടമെടുത്തത്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഇവ കടം എടുത്തത് അത് കാനഡയിൽ നിന്നാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് കാനഡയിൽ നിന്നും. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ അതെവിടെ നിന്നാ? കൺകറന്റ് ലിസ്റ്റ് അത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. അപ്പം 23ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. അപ്പം ഞാൻ ഓപ്ഷൻ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇത് ആരുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്ന യോഗ്യതകളാണ്?
ഓപ്ഷൻ വായിക്കാം. രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. അത് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനുള്ള യോഗ്യതകളാണ്. എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം. ഇനി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. അത് 63 കേട്ടോ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് 63 കേട്ടോ. ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് 69 കേട്ടോ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 63ഉം 69 പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ. ഇനി ഈ വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സത്യവാചകം അത് പ്രസിഡന്റ് ആണ്. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ. ഇനി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അതായത് രാജ്യസഭ, ലോകസഭ എല്ലാ അംഗങ്ങളും ചേർന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ്. എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് കേട്ടോ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജ് ആണ്. ഇനി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ്. എന്താണ്? ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ്. അപ്പം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജ് ആണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ് കേട്ടോ. ഇനി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63ഉം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് 69ഉം വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റും. ഇനി വൈസ് പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമായിരിക്കും? വൈസ് പ്രസിഡന്റ് കാലാവധി 5 വർഷമാണ്. 5 വർഷം. അപ്പം ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുസ്തകങ്ങളിലും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസത്ത, ഇന്ത്യ 2020, മൈ ട്രൂത്ത്. അപ്പം പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആരുടെ പുസ്തകമാണെന്ന് വെച്ചാല് ഹംഫ്രി ബെർക്കലി ആണ് കേട്ടോ. ഹംഫ്രി ബെർക്കലി. നിയമങ്ങളുടെ അന്തസത്ത ആരുടെയാണ്? അത് മൊണ്ടസ്ക്യൂവിന്റെ ആണ്. നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം മൊണ്ടസ്ക്യൂ. ഇനി ഇന്ത്യ 2020 എന്ന് പറയുന്നത് ആരുടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാല് ഹംഫ്രി ബെർക്കലി. നിയമങ്ങളുടെ അന്തസത്ത മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 അത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ഇനി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് അറിയാവോ? അത് S ജയശങ്കറിന്റെ ആണ് കേട്ടോ. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ പുസ്തകമാണെന്ന് വെച്ചാല് S ജയശങ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡികൾ ഏവയാണ്? താഴെ തന്നിരിക്കുന്നവയില് തെറ്റായിട്ടുള്ള ജോഡി. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ബൽവന്ത് റായ് കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983.
തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം ഒന്നുകൂടെ പറയാം. ബൽവന്ത് റായ് കമ്മീഷൻ 1957. ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. ബൽവന്ത് റായ് കമ്മീഷൻ എന്നാന്ന് വെച്ചാൽ 1957 അശോക് മെഹ്ത കമ്മീഷന് 1977 അശോക് മെഹ്ത കമ്മീഷൻ 1977 സർക്കാരിയ കമ്മീഷൻ 1983 PK തുങ്കൻ കമ്മിറ്റി എന്നാന്ന് ചോദിച്ചാൽ എന്നാ? അത് 1989 കേട്ടോ. 1989 PK തുങ്കൻ കമ്മിറ്റി. ഒന്നുകൂടെ പറയാം. ബൽവന്ത് റായ് കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷന് 1989, അശോക് മെഹ്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി പറയുന്നത് ഓപ്ഷൻ സി രണ്ടാമത്തെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. അത് ശരിയാണ് കേട്ടോ. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 അത് ശരിയാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ശരിയാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് തെറ്റാണ് കേട്ടോ. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് 1, 2, 3 1, 2, 3. ഒന്നുകൂടെ വായിക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. അപ്പൊ ഇത് 3 ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ഈ രാജതരംഗിണി ആരുടെ കൃതിയാ? അത് കൽഹണന്റെ ആണ് കേട്ടോ. കൽഹണന്റെ കൃതിയാണ് രാജതരംഗിണി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമങ്ങളുടെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏവ? സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമങ്ങളുടെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏവയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, പിന്നെ 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 4 മാത്രം. ഏതാ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രമാണ്. അപ്പം ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമങ്ങളുടെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് ഈ 10ാം പട്ടിക? 10ാം പട്ടികയിൽ 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത പട്ടിക ഏതാന്ന് വെച്ചാൽ അത് 10ാം പട്ടികയാണ് കേട്ടോ. 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണെന്ന് ചോദിച്ചാല് അത് 10ാം പട്ടികയാണ്. 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ് കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമം. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് അത് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാന്ന് വെച്ചാൽ ഏതാ? 9ാം ഭാഗമാണ്. 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 9. പട്ടിക ചോദിച്ചാൽ എത്രയാണ്? 11ാം പട്ടികയാണ്. 11ാം പട്ടിക കേട്ടോ. അപ്പോൾ 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം 9ഉം പട്ടിക ചോദിച്ചാൽ 11ാം പട്ടികയാണ്. ഇനി മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കാൻ കാരണമായിട്ടുള്ള ഭേദഗതി ഏതാ? മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കാൻ അത് 74 കേട്ടോ. 74 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? അത് 9A ആണ് കേട്ടോ. 9Aയും പട്ടിക ചോദിച്ചാൽ എത്രയാണ്? 12ാം പട്ടികയാണ്. 12ാം പട്ടിക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചേരുംപടി ചേർക്കാൻ. അഭയകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അഭയകിരണം അത് വിധവകൾക്ക് സാമ്പത്തിക സഹായമാണ്. വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി എന്തിനാ? വിദ്യാകിരണം
അത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ് കേട്ടോ. വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ്. താലോലം പദ്ധതി എന്തിനാണ്? താലോലം പദ്ധതി അത് മാരക രോഗങ്ങളുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. എന്താണ് താലോലം പദ്ധതി? മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. ഇനി വിദ്യാജ്യോതി പദ്ധതി എന്തിനാണ്? വിദ്യാജ്യോതി അത് PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ IAS ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരളത്തിലെ നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാ? A ജയതിലക് ആണ് കേട്ടോ. A ജയതിലക്. പിന്നെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാ? സ്പീക്കർ ചോദിച്ചാല് AN ഷംസീർ ആണ് കേട്ടോ. AN ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ഓപ്ഷൻ ബി സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റി. ഓപ്ഷൻ സി GSTയുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല കേട്ടോ. ഇവയൊന്നുമല്ല. ഇനി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് വകുപ്പ് പ്രകാരമാ? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് അനുച്ഛേദം 21A ആണ് കേട്ടോ. സ്വത്തവകാശത്തെ നിയമപരമായി മാറ്റിയത് അത് 300A ആണ് കേട്ടോ. 300A ആണ് സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റിയത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. മീഥേന്. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്. ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാ? അത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നതിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഡാഷ്. സ്റ്റേറ്റ്മെന്റ് പറയാം. ഇടത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇടത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വലത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ. അപ്പം മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. ഇടത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇടത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വലത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് കേട്ടോ. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൌട്ടിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. ഓപ്ഷൻ ബി ഭൗതിക ശാസ്ത്രം. ഓപ്ഷൻ സി രസതന്ത്രം. ഓപ്ഷൻ ഡി സാഹിത്യം. 2021 ഡേവിഡ് ജൂലിയസ് ആർഡം പറ്റപൌട്ടിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഇത് ഉത്തരമായിട്ട് വരുന്നത് വൈദ്യശാസ്ത്രത്തിനാണ് കേട്ടോ. ഓപ്ഷൻ എ വൈദ്യശാസ്ത്രത്തിനാണ്. അപ്പം 2024 വൈദ്യശാസ്ത്ര നോബൽ ആർക്കൊക്കെയാണെന്ന് അറിയാവോ? അത് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനുമാണ് കേട്ടോ. വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ എന്തിന്റെ കണ്ടുപിടുത്തമാണെന്ന് വെച്ചാൽ മൈക്രോ RNA കണ്ടുപിടുത്തമാണ് കേട്ടോ. മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് 2024 വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക.
ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. മലേറിയ പ്രോട്ടോസോവയാണ് കേട്ടോ. മലേറിയയുടെ രോഗകാരി ആരാണെന്ന്? അത് പ്രോട്ടോസോവയാണ്. ടൈഫോയിഡ് ബാക്ടീരിയ. ടൈഫോയിഡിന്റെ രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണ്. അസ്കാരിയാസിസ് അത് വിരകളാണ് കേട്ടോ. അസ്കാരിയാസിസ് വിരകളാണ്. ജലദോഷം വൈറസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. മിഠായി. ഓപ്ഷൻ ബി താലോലം. ഓപ്ഷൻ സി മന്ദഹാസം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മിഠായി ആണ് കേട്ടോ. മിഠായി. എന്താ ഈ മന്ദഹാസം പദ്ധതി? മന്ദഹാസം അത് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത്. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത്. ഇനി താലോലം പദ്ധതി എന്താ? അത് 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടി, മാരക രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ആൽഫ. ഓപ്ഷൻ ബി ബീറ്റ. ഓപ്ഷൻ സി ഗാമ. ഓപ്ഷൻ ഡി ഒമിക്രോൺ. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് ഓപ്ഷൻ ഡി ഒമിക്രോൺ ആണ് കേട്ടോ. ഒമിക്രോൺ വകഭേദം ആദ്യമായി സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ഒമിക്രോൺ വകഭേദം ആദ്യമായി സ്ഥിരീകരിച്ച രാജ്യം അത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ഒമിക്രോൺ വകഭേദം ആദ്യമായി സ്ഥിരീകരിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് ബംഗളൂരു ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലം ബംഗളൂരു, കർണാടക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്? അപ്പൊ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പ്രതല ബലം. ഓപ്ഷൻ ബി വിസ്കസ് ബലം. ഓപ്ഷൻ സി കർഷണ ബലം. ഓപ്ഷൻ ഡി കൊഹിഷൻ ബലം. ഏതാ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണെന്ന് ചോദിച്ചാല് അത് കർഷണ ബലമാണ് കേട്ടോ. ഓപ്ഷൻ സി കർഷണ ബലമാണ്. ഇനി ചോദിക്കാം, ഒരു ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം ഏതാണ്? ഒരു ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാല് അത് പ്രതല ബലമാണ് കേട്ടോ. പ്രതല ബലം. ഇതാണ് ഒരു ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാല് പ്രതല ബലമാണ്. ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞ ഈ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? പ്രതല ബലമാണ് കേട്ടോ. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതല ബലമാണ്. പിന്നെ ഈ ഷഡ്പദങ്ങളൊക്കെ ജലോപരിതലത്തിൽ ഇങ്ങനെ നടക്കുന്നത് കാണുന്നതും എന്താണ്? പ്രതല ബലത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് വിസ്കസ് ബലം എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലം ഏതാണെന്ന് ചോദിച്ചാല് അത് വിസ്കസ് ബലമാണ്. തേനൊക്കെ അതിന് ഉദാഹരണമാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അത് വിസ്കസ് ദ്രാവകമെന്നും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മൊബൈൽ ദ്രാവകങ്ങൾ എന്നും അറിയപ്പെടുന്നു. വിസ്കസ്. ഇനി ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അത് കൊഹിഷൻ ബലവും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ അത് അഡ്ഹീഷൻ ബലവുമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. വർത്തുള ചലനം. ഓപ്ഷൻ ബി സമവർത്തുള ചലനം. ഓപ്ഷൻ സി ഏകീകൃത ചലനം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
ഏതാണ്? സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം? അത് ഓപ്ഷൻ ബി സമവർത്തുള്ള ചലനമാണ് കേട്ടോ. സമവർത്തുള്ള ചലനമാണ് സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ഇനി ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെ ഉള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വർത്തുള ചലനമാണ്. വർത്തുള ചലനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതെന്നാണ്? ഓപ്ഷൻ വായിക്കാം. തെർമോഡൈനാമിക്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോ ഡൈനാമിക്സ്, ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ്, ഓപ്ഷൻ ഡി റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്. ഏതാ? അത് ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്കിനാണ് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം 2024 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചവര് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ജോൺ ഹോപ്ഫീൽഡ് ഉണ്ട്, ജെഫ്രി ഹിൻഡൺ ഉണ്ട് കേട്ടോ. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ, ഇവർക്കാണ് 2024 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാല് കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ കണ്ടുപിടുത്തത്തിന്. എന്തിനാണ്? കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് താഴെ തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടുപിടിക്കുക. ഏതാ ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ എ 110 ഗ്രാം ആണ് കേട്ടോ. 110 ഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. BCl3. BCl3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. അപ്പൊ എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഓപ്ഷൻ ഡി XY2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഓപ്ഷൻ പറയാം. 1 ശരിയും 2 തെറ്റുമാണ്. 1 തെറ്റും 2 ശരിയുമാണ്. 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന പറയുന്നത് സ്റ്റീൽ ഒരു ലോഹമാണ്. ഇത് ശരിയാണോ? സ്റ്റീൽ ഒരു ലോഹമാണ്. അത് പറയുന്നത് ശരിയാണോ? അത് തെറ്റാണ്. പ്രസ്താവന 2 പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. അത് ശരിയാണ് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് 1 തെറ്റും 2 ശരിയുമാണ്. 1 തെറ്റും 2 ശരിയുമാണ്. സ്റ്റീൽ ഒരു ലോഹമാണ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണെന്ന്? ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. അതായത് താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളാണ് ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഹൈമവധ ഭൂവിൽ. ഓപ്ഷൻ വായിക്കാം. MK സാനു, ഓപ്ഷൻ ഡി സക്കറിയ, ഓപ്ഷൻ സി MB വീരേന്ദ്രകുമാർ, ഓപ്ഷൻ ഡി സേതു. ആരുടെയാണ് ഹൈമവധ ഭൂവിൽ? അത് ഓപ്ഷൻ സി MB വീരേന്ദ്രകുമാറിന്റെയാണ്. MB വീരേന്ദ്രകുമാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കോട്ടയം, വയനാട്. ഏതാ? അത് ഓപ്ഷൻ ഡി വയനാടാണ്. ഓപ്ഷൻ ഡി വയനാടാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? ഓപ്ഷൻ വായിക്കാം.
പോർച്ചുഗീസുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി ഡച്ചുകാർ, ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ. ആരാ? അത് ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അശോകൻ ചെരുവിൽ, ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഓപ്ഷൻ ഡി സുനിൽ പി ഇളയിടം. ആരാ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദനാണ്. ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദനാണ്. അപ്പം 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടോ.